അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ടാസ്ക് 4 ആറാമത്തെ യൂണിറ്റിലെ അർറജാ മിൻ കിതാബി അൽ ഫുസൂൽ ലി അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്. അബ്ബാസ് മഹ്മൂദ് അഖാദിൻ്റെ അർറജാ എന്ന പാഠഭാഗമാണ് അൽ ഫുസൂൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള അർറജാ എന്ന പാഠഭാഗമാണ് നമുക്കൊന്ന് പരിശോധിക്കാനുള്ളത്. വളരെ ചെറിയൊരു ഭാഗമാണ്, ഒരു ആർട്ടിക്കിളാണ്. ഇന്ന റജാ തബിഅത്തുൽ ഹയാത്തി, പ്രതീക്ഷ ജീവിതത്തിൻ്റെ പ്രകൃതമാണ്. ലാ ബൽ ഹുവ ഇസ്മുൻ ആഖർ മിൻ അസ്മാഇഹ, അല്ല, ജീവിതം എന്നതിൻ്റെ മറ്റൊരു പേരാണ്. ഫമാ കാനത്തിൽ ഹയാത്തു ഇല്ലാ അമലൻ യതഹഖഖു ലി സാഹിബിഹി അലാ ഗൈരി ഇറാദത്തിൻ മിൻഹു. ഫമാ കാനത്തിൽ ഹയാത്തു, ജീവിതം അല്ലാതെയല്ല. അമലൻ യതഹഖഖു ലി സാഹിബിഹി, അമലൻ അതൊരു ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷയാണ്, മോഹമാണ്. യതഹഖഖു ലി സ്വാഹിബിഹി, അത് ജീവിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ അത് സംഭവിക്കും, വാസ്തവീകരിക്കപ്പെട്ടു വരും. അലാ ഗൈരി ഇറാദത്തിൻ മിൻഹു, അയാളുടെ ഉദ്ദേശമില്ലാതെ, ഒരാൾ ഉദ്ദേശിക്കാതെ സംഭവിക്കുന്ന ഒരു മോഹമാണ് ജീവിതം. വമാ കാന ഹയ്യൻ ഖത്തു ഇല്ല ഉംനിയത്തുൻ ഫീ ളമീരിൽ ഗൈബി, അന്തരാളങ്ങളിൽ മോഹങ്ങളില്ലാത്തൊരു ജീവിയുമില്ല. വലബി ഫിഹൽ ഇഖ്ദാം അലൽ ഹിജാം, അത് മുന്നിട്ട് വരും, ഇല്ലാതാകും. വത്തൗഫീഖു അലൽ ഹുബൂത്ത്, സംഭവിക്കലത് തൗഫീഖിൻ്റെ ഭാഗമായി. വസുന്നത്തുൽ ഹൽഖി അലാ ഫൗദൽ ഇഹ്മാൽ, വസുന്നത്തുൽ ഹൽഖി അലാ ഫൗദൽ ഇഹ്മാൽ, അമിതമായ മോഹങ്ങൾക്കിലൂടെ ജീവിക്കലാണ് മനുഷ്യൻ്റെ ഒരു ചര്യ എന്ന് പറയുന്നത്. ഫൈദാ ഹിയ ദാത്തുൻ സവിയ്യ വനഫ്സുൻ ഷാഇറ ളഹറത്ത് യസ്ബിഖുഹ റജാ വയഹ്ദുഹ റജാ വയസ്താഖു റികാബുഹ റജാ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രതീക്ഷ സ്വാധീനം ചെലുത്തുന്നു. വലൗകാന ഗൈറു റജാഇ ഉൻവാനൻ ലിത്തബിയ, പ്രകൃതം എന്നതിന് റജാ എന്നല്ലാത്തൊരു ഹെഡിങ് ഉണ്ടായിരുന്നെങ്കിൽ ലമാ കാന ലിനഫ്സിൻ ഹയ്യത്തുൻ മിൻ സബീലിൽ വുജൂദ്, ഉണ്മ ജീവിതത്തിന് ആർക്കും താല്പര്യമുണ്ടാകുമായിരുന്നില്ല. അറഅയ്ത ഹബ്ബത്തൽ ബുർജിൽ ലഈല മത്റൂക ഫി ഹൈസു യത്റകു റിഫാത്തുസ് സഹീഖ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ധാന്യം നീ കണ്ടിട്ടുണ്ടോ? ഐന ഹിയ ഫി ഖില്ലതിഹാ വസിഗരിഹാ മിൻ അനാസിരി ശക്കിൽ മുഹദ്ദഖത ബിഹാ. ഐന ഹിയ, ഒരു ഉപേക്ഷിക്കപ്പെട്ട ധാന്യം തന്നെ എവിടെ കിടക്കുന്നു? ചെറുതാണ് അല്ലേ? വസവാജിർ റഹൂഫിൽ മുത്തസിദ ലഹ തസ്ഖലുഹ അൽ-അർളു ബി അദീമിഹാ വതസറുഹ റിയാഹു ബിസുമൂമിഹാ വമിൻ ഫൗഖിഹാ മുൻജലിൽ ഹിസാബി കം ഹസദ മിൻ ഖബ്ലിഹാ സനാബിലൻ വഹുബൂബൻ. ആ ഒരു ധാന്യം, ആ ധാന്യത്തിൽ നിന്നാണ് ഒരുപാട് പൂങ്കലുകൾ ഉണ്ടായി വരുന്നത്. ലാബൽ ഖബാഇല വശുബ, വേണമെങ്കിൽ ഗോത്രങ്ങൾ ഉണ്ടായി വരുന്നത് തന്നെ അതിൽ നിന്നാണെന്ന് പറയാം. കാരണം എന്താ, ആ ഭക്ഷണം കഴിച്ചിട്ടല്ലേ. അപ്പോൾ ചെറിയൊരു ധാന്യം വളർന്നു വലുതായിട്ടാണ് ഭക്ഷണ പദാർത്ഥമായി മാറുന്നത്. അതിൽ നിന്നാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, തിൽക്കൽ ഹബ്ബത്ത് ലൗ വഖഫത് ലഹ്ളതൻ ഫീ മുകമ്മനിഹാ തസിനു ഖുവ്വതഹാ ഇല തിൽക്കൽ ഖുവ വതഖ്സിമു ജർമഹാ ഇല തിൽക്കൽ അജ്റാം വതഖയ്യിമു ഹഖ്ഖഹാ ഫിന്നമാ ഇലാ മാ യظهر ലഹാ മിൻ ഹാദിൽ ഫുറൂഖ് വതബ്നി അമലഹാ ഫിൽ ഫല്ലാഹ് ലാ മാ അസാബ സുറൂൽ ഫാനിയ മിൻ ഖദീം. ആ ഒരു ധാന്യം ചെറുതല്ലേ എന്ന് കരുതി ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ കർഷകൻ അതിന് ധാന്യം വളരാൻ വേണ്ടി വിടുമായിരുന്നു. ഏതായാലും എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന് പറയുന്നതും ഒടുക്കം എന്ന് പറയുന്നതും അതിൻ്റെ ആശയും അത് വളരാനുള്ള കാരണവുമൊക്കെ പ്രതീക്ഷയാണ്. ലാകിനി റജാഉ ലാ യുദീനു ബിഹാദൽ മൻതിഖൽ അഖീം ഇന്നഹു യഖൂലുഹാ ഇൻഹലി ഫതൻഹൽ വസഖിയ ഇലാ ഫത്. പക്ഷേ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് ഭംഗിയായി എത്തുകയില്ല. അതിനെ ഉണർത്തണം, അതിനെ ഉണർത്തി വളർത്തി ഉണ്ടാക്കണം, എങ്കിലേ പ്രതീക്ഷയായി മാറുകയുള്ളൂ. ഇന്ന തിൽക്കൽ ഹബ്ബത ലാ തസ്തശീറുൽ ഫലാസിഫ വലാ തഖുദു ബിനസ്ൽ ഹുക്മാ ഇന്നഹാ ലാ തസ്മലു ഉലൈക ഖാദിൽ മുഫക്കിരീൻ. ആ ധാന്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കൂ. ആ ധാന്യം നമ്മൾ പറഞ്ഞു കേൾക്കോ? ചിന്തയുണ്ടോ? ഫിലോസഫി ഉണ്ടോ? ഇല്ല. അത് സ്വയം അങ്ങനെ വളർന്നു വന്നു. അയ്യോ റജാ, എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ, അല്ലയോ പ്രതീക്ഷയെ, മാഹ്വജുന്നാസിലേക്ക്, നിന്നിലേക്ക് ഇത്ര ആവശ്യക്കാരാക്കിയതെന്താണ്? മാസലു തരീഖു കൈലേഹിം, അവർ എങ്ങനെ നിന്നിലേക്ക് എത്തും? അങ്ങനെ പ്രതീക്ഷ എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം.